മുത്തങ്ങ സമരം നടന്നിട്ട് 20 ആണ്ട് പിന്നിട്ടിരിക്കുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ആദിവാസി സമൂഹം സാമൂഹ്യനീതിയെ മുൻനിർത്തി ഒരു സർക്കാരിനോട് സമരപ്രഖ്യാപനം നടത്തുന്നത്. അതിക്രൂരമായ അടിച്ചമർത്തലാണ് മുത്തങ്ങയിൽ ആദിവാസികൾ നേരിടേണ്ടി വന്നത്. 2003 ഫെബ്രുവരി 19 കേരള ചരിത്രത്തിൽ തന്നെ നിർണായകമായ ദിനം. പിറന്ന മണ്ണിൽ ജീവിക്കാനായി ഭൂമി ചോദിച്ച ആദിവാസികളെ നേരിടാൻ വലിയ സന്നാഹത്തോടെ പടക്കോപ്പുകളുമായി പോലീസ് സേന പാഞ്ഞടുത്തത് അന്നാണ്. കീഴടങ്ങണമെന്ന പോലീസ് നിർദ്ദേശത്തിന് മറുപടിയായി മുദ്രാവാക്യം വിളിച്ചും അല്ലാതെയും ചെറുത്തുനിന്ന ആദിവാസികൾക്ക് നേരെ പോലീസ് ഗ്രനേഡ് എറിഞ്ഞു. അവർ കെട്ടിയ പുൽക്കുടിലുകൾ കത്തിച്ചു, വെടിവെച്ചു. വെടിയേറ്റൊരാൾ മരിച്ചു. മുത്തങ്ങ വെടിവെപ്പ് നടന്നിട്ട് ഇന്ന് 20 ആണ്ട് പൂർത്തിയാവുന്നു. ഭൂരഹിതരായ ആദിവാസികൾക്ക് സ്വന്തമായി ഭൂമി വേണമെന്ന ആവശ്യമുയർത്തി CK ജാനുവിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടക്കുന്നത് 2001 ആദിവാസികൾക്ക് വീടും സ്ഥലവും നൽകാത്തതിൽ പ്രതിഷേധിച്ച് കുടിൽ കെട്ടിയായിരുന്നു സമരം. ഭൂമി പ്രശ്നം ഉന്നയിച്ച ആദിവാസികളോട് തുടക്കത്തിൽ നിഷേധ സമീപമായിരുന്നു ഭരണകൂടത്തിന്റേത്. എന്നാൽ 48 ദിവസങ്ങൾക്ക് ശേഷം സർക്കാർ സമരക്കാരുമായി ചില കരാറുകൾ ഉണ്ടാക്കപ്പെട്ടു. സർക്കാരുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരം സമരം പിൻവലിച്ചു. ആദിവാസികൾക്ക് കൃഷി ചെയ്യാനായി 5 ഏക്കർ ഭൂമി വീതം നൽകാമെന്നായിരുന്നു കരാർ. എന്നാൽ ഈ കരാർ ലംഘിക്കപ്പെട്ടു. ഭൂമിക്കായി കാത്തുനിന്ന ആദിവാസികൾക്ക് ആ കാത്തിരിപ്പ് മാത്രമായിരുന്നു മിച്ചം. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് 2003 CK ജാനുവിന്റെ നേതൃത്വത്തിൽ തന്നെ ആദിവാസികൾ മുത്തങ്ങയിലേക്ക് എത്തിയത്. മുത്തങ്ങയിലെ തകരപ്പൊടി മുതൽ അമ്പുകുത്തി വരെയുള്ള താഴ്വരകളിൽ അവർ കുടിലുകൾ കെട്ടി ഊര് സ്ഥാപിച്ചു. കുറ്റിക്കാടുകൾ വെട്ടി ഭൂമി കൃഷിയോഗ്യമാക്കി കൃഷി ആരംഭിച്ചു. സ്വാഭാവികമായ ഒരു ഗ്രാമമായിരുന്നു അവർ സൃഷ്ടിച്ചെടുത്തത്. 8 ഊരുകൂട്ടങ്ങൾ 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഉണ്ടായി. പകൽ കൃഷിപ്പണിയും വൈകുന്നേരങ്ങളിൽ കൂടിയിരിപ്പും പാട്ടും നൃത്തവുമായി സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതമായിരുന്നു. എന്നാൽ അത് പലരെയും അസ്വസ്ഥപ്പെടുത്തി. സമരത്തിന് നേതൃത്വം നൽകിയ M ഗീതാനന്ദൻ പറയുന്നു, ജനുവരി 5 ഭൂമി കയ്യേറി ഭൂസമരം ആരംഭിച്ച ആദിവാസികൾക്കെതിരെ 48 ദിവസങ്ങൾ കഴിഞ്ഞാണ് പോലീസിന്റെ നടപടി. ആദിവാസി യുവാവ് ജോഗി പോലീസ് വെടിവെപ്പിൽ മരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥൻ വിനോദും സംഘർഷങ്ങൾക്കിടെ കൊല്ലപ്പെട്ടു. അറസ്റ്റ്, മർദ്ദനം, വേട്ടയാടൽ. മുത്തങ്ങ വെടിവെപ്പിനെ തുടർന്ന് സമരഭൂമിയിൽ നിന്ന് ആദിവാസികൾ ചിതറിയോടി. പലരും പല ദിക്കിലേക്ക് ചിന്നിപ്പോയി. തുടർന്ന് പോലീസ് ആദിവാസി കോളനികളിൽ നടത്തിയ നരനായാട്ട് ഇന്നും വിമർശിക്കപ്പെടുന്നു. സമരത്തിന് നേതൃത്വം നൽകിയ M ഗീതാനന്ദനും CK ജാനുവും ഉൾപ്പെടെ നേതാക്കളെ പിടികൂടിയ പോലീസ് ഇവർക്ക് നേരെ നടത്തിയ മർദ്ദനമുറകളും ഇന്നും ഭൂസമര ചരിത്രത്തിലെ മുറിവാണ്. തേനീച്ചക്കൂട് ഇളകി വരുന്ന പോലെയായിരുന്നു അടി വന്നിരുന്നത്. അവിടുന്നും ഇവിടുന്നും ഒക്കെ കുറെ ചവിട്ടും അടിയും കിട്ടി. പക്ഷെ എനിക്കപ്പോഴും വാശിയായിരുന്നു. ഉന്നയിച്ച ഭൂമി എന്ന ആവശ്യം വീണ്ടും ഉന്നയിക്കണമെന്നും വീണ്ടും ആ ഭൂമിയിൽ എത്തണമെന്ന വാശിയായിരുന്നു അന്ന്. CK ജാനു ഓർമ്മകൾ പങ്കുവെക്കുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും കേരളമൊട്ടാകെ നടന്ന പ്രതിഷേധ സമരങ്ങളിൽ സമ്മർദ്ദത്തിലായ ആന്റണി സർക്കാർ ആദിവാസികളെ കൂട്ടത്തോടെ വേട്ടയാടുന്നതിൽ നിന്ന് പിൻവാങ്ങി. മുത്തങ്ങ പാക്കേജും പിന്നീട് നടന്നതും. അറസ്റ്റിനും പിന്നീടുണ്ടായ പ്രക്ഷോഭങ്ങൾക്കും ശേഷം ആദിവാസി ഗോത്ര മഹാസഭയുമായി സർക്കാർ നടത്തിയ തുടർ ചർച്ചകൾ മുത്തങ്ങ പാക്കേജിന് വഴിമാറി. സർക്കാർ മുത്തങ്ങ പാക്കേജ് പ്രഖ്യാപിച്ചു. ഗോത്ര മഹാസഭ തയ്യാറാക്കിയ കണക്കുകൾ പ്രകാരം വയനാട്ടിൽ ഏകദേശം 24,000-നടുത്ത് കുടുംബങ്ങളായിരുന്നു സ്വന്തമായി ഭൂമിയില്ലാത്തവർ. സർക്കാരും ഗോത്ര മഹാസഭയും അംഗീകരിച്ച പട്ടിക പ്രകാരം ആദിവാസികൾക്ക് ഭൂമി വിതരണം ചെയ്യാൻ തീരുമാനമായി. ഇതുവരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ട 241 കുടുംബങ്ങൾക്ക് ഭൂമി വിതരണം ചെയ്തതായാണ് സർക്കാർ കണക്ക്. എന്നാൽ മുത്തങ്ങയിൽ സമരം ചെയ്തവരുൾപ്പെടെയുള്ളവരുടെ നിലവിലെ സ്ഥിതി എന്താണ്? മുത്തങ്ങ വെടിവെപ്പിൽ പോലീസ് കൊന്ന ജോഗിയുടെ കുടുംബത്തിന് പോലും വാസയോഗ്യമായ ഭൂമി ലഭിച്ചില്ല. പ്രളയത്തിൽ തകർന്ന മാനന്തവാടിയിലെ കോളനിയിലാണ് ഇപ്പോഴും ജോഗിയുടെ മകൻ ശിവനും കുടുംബവും ജീവിക്കുന്നത്. മുത്തങ്ങ പാക്കേജിൽ ഉൾപ്പെട്ടതിന്റെ പേരിൽ പ്രളയത്തിൽ കുടുങ്ങിയിട്ടും മറ്റൊരു ഭൂമിയോ വീടോ ഞങ്ങൾക്ക് തരില്ല. എന്നാൽ മുത്തങ്ങ പാക്കേജും അവർ വേണ്ട രീതിയിൽ നടപ്പാക്കില്ല. ഒട്ടും വാസയോഗ്യമല്ലാത്ത മൊട്ടക്കുന്നും കൃഷി ചെയ്യാൻ പോലും സാധ്യതയുമില്ലാത്ത ഭൂമിയാണ് പലർക്കും കിട്ടിയത്. കിട്ടിയ ഭൂമി വെള്ളം പോലും കിട്ടാത്തതാണ്. കിലോമീറ്ററുകൾ നടന്ന് തലയിൽ ചുമന്നാണ് പോകുന്നത്. നിലവിൽ 21 പേർ മാത്രമാണ് തങ്ങൾക്ക് അനുവദിച്ച ഭൂമിയിൽ താമസമാക്കിയത്. പലർക്കും ഭൂമിയുടെ അതിരുകൾ പോലും നിശ്ചയിച്ചു നൽകാൻ സർക്കാർ ഉദ്യോഗസ്ഥർ പരാജയപ്പെട്ടു. പലർക്കും സ്ഥലം അനുവദിച്ചു എന്നത് കേട്ടറിവ് മാത്രമാണ്. ഭൂമിയുണ്ടോ എന്നതിന് ഉറപ്പുപോലും ഇവർക്കില്ല. ഭൂമി ലഭിച്ചവർക്ക് പോലും അതിനെ വിഭവാധികാരമായി ഉപയോഗിക്കാനാവില്ല. കൈവശാവകാശ രേഖ മാത്രമാണ് ഇന്നും ആദിവാസികൾക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ഭൂമിയിൽ താമസിക്കാം, ആദായമെടുക്കാം എന്നതിനപ്പുറം ഭൂമിയുടെ ഒരു അവകാശവും ഇവർക്ക് നൽകിയിട്ടില്ല. ഈ അവസ്ഥയിൽ മാറ്റമുണ്ടാകണമെന്നതാണ് ആദിവാസി ജനവിഭാഗത്തിന്റെ ആവശ്യം.
മുത്തങ്ങ സമരത്തെ തുടർന്ന് പലയിടങ്ങളിലും ആദിവാസികൾക്ക് ഭൂമി നൽകപ്പെട്ടു. നിരവധി ഭൂസമരങ്ങൾ കേരളത്തിൽ ഉണ്ടാവുകയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ മുത്തങ്ങ സമരം രാഷ്ട്രീയമായി ഭൂമി പ്രശ്നത്തെ പൊതു ഇടങ്ങളിലേക്ക് ചർച്ചയാക്കി എന്നതിനാൽ പരാജയമാവുന്നില്ല. എന്നാൽ ഭൂസമരത്തിൽ ഉന്നയിക്കപ്പെട്ട വിഷയം എത്രത്തോളം പരിഗണിക്കപ്പെട്ടു എന്നതിനുള്ള ഉദാഹരണം കൂടിയാണ് മുത്തങ്ങ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.